നമ്മൾ ഈ കേൾക്കാൻ ഏറ്റവും അരോചകം എന്ന് പറയപ്പെടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഉപദേശങ്ങളും ഇത്തരത്തെ സാധനങ്ങൾ അരുതെന്ന് കേൾക്കാൻ എല്ലാവർക്കും ദേഷ്യം അല്ലേ. നമ്മൾ ട്രാഫിക് നിൽക്കുകയാണെങ്കിൽ തന്നെ എവിടെയെങ്കിലും നിങ്ങൾ പാർക്കിങ്ങിന് ബോർഡ് കണ്ടിട്ടുണ്ടോ? പാർക്കിങ്ങിന് വിദേശത്ത് പോലെ കാണാൻ പറ്റുള്ളൂ. പാർക്കിംഗ് ഇവിടെ പാർക്ക് ചെയ്തോളൂ അല്ലേ. നമ്മുടെ കേരളത്തിന് മണ്ണിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നോ പാർക്കിംഗ് ആണ്. പാർക്ക് ചെയ്യാൻ പാടില്ല ചെയ്തപ്പോൾ നമ്മൾ ആരും നമ്മളെ അവസ്ഥകൾ അങ്ങനെ ഭൂപ്രതികൾ ആരും ഡിപ്പാർട്ട്മെന്റ് കുറ്റം പറഞ്ഞതല്ല, മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അപ്പോ നമുക്ക് ഈ ഉപദേശം എന്ന് അഡ്വൈസ് എന്ന് പറയപ്പെടുന്നത് കുറച്ച് അരോചകമാണ്. നമ്മുടെയൊക്കെ സഞ്ചാരത്തിൽ കയറി ഒരാൾ ഇടപെട്ടാൽ ഒരു അരോചകമാണ്. നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ ഹെൽമെറ്റ് ഇടണം എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ ആർക്കൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നവരാണ് പലരും. ഇപ്പൊ ഈ മോൻ പറഞ്ഞ പോലെ AI ക്യാമറകളൊക്കെ വന്നപ്പോ പലരും കുറെ കാര്യങ്ങളൊക്കെ സ്വസ്ഥ ജീവിതത്തിനകത്ത് കുറെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനാ? നമ്മുടെ കയ്യിൽ നിന്ന് സംഭവം ചിക്കിലി പോകും. എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് 3 പ്രാവശ്യം ഓവർ സ്പീഡിന് കേട്ടോ പോയിട്ടുണ്ട്. കാര്യം പ്രോഗ്രാമിന് വന്നപ്പോൾ എറണാകുളത്ത് വഴി പോന്നപ്പോൾ സ്പീഡിൽ ക്യാമറ വന്നു, ഞാൻ അടയ്ക്കേണ്ടി വന്നു. പോലീസ് സബ് ഇൻസ്പെക്ടർ പറഞ്ഞ കാര്യമൊന്നുമില്ല, അടയ്ക്കേണ്ടി വന്നു. ഞാൻ പെരിന്തൽമണ്ണ ജോലി ചെയ്യുന്നത് കേരളത്തിലെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയൽ ഏരിയ ഉള്ള ഏരിയയാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ദേശം. അവിടെ 13 ഹോസ്പിറ്റലുകളുണ്ട്, 10-60,000 പേര് ജോലി ചെയ്യുന്ന ഏരിയ ഉണ്ട്. ഹൈടെക് ഹോസ്പിറ്റൽ സ്ഥലമാണ് അവിടെ ഈ അടുത്തിടയ്ക്ക് അവിടുത്തെ സ്വകാര്യമായ 2 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനകത്ത് ഒരുപാട് ഡോക്ടറുമായിട്ട് അഭിവാജ്യ ബന്ധപ്പെടുത്ത ഒരു പോലീസുകാരനാണ് ഞാൻ. ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട്. AI ക്യാമറകൾ വന്നപ്പോൾ കാഷ്വാലിറ്റികൾക്കകത്ത് പേഷ്യന്റിന്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. ആക്സിഡന്റുമായിട്ട് വരുന്ന മസ്തിഷ്ക മരണം, ക്ഷതം സംഭവിക്കുന്നവരും നട്ടല് ക്ഷതം സംഭവിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഒരു ഹോസ്പിറ്റലല്ല പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നാഷണൽ ഈ പറയുന്ന റോഡ് സേഫ്റ്റി കൗൺസിലുകളും അതുപോലെ DCRB ഡിസ്ട്രിക്ട് ക്രൈം ബ്യൂറോകളുടെ സ്റ്റാറ്റസ് ഇങ്ങനെ പരിശോധിച്ചപ്പം 2023-24 വർഷത്തിനകത്ത് സീറ്റ് ബെൽറ്റുകൾ ഉപയോഗിച്ചവരിലും ഹെൽമെറ്റ് ഉപയോഗിച്ചവരിലും അപകടം പറ്റിയവർക്കകത്ത് ഈ പറയുന്ന ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസുകൾ കുറഞ്ഞിരിക്കുന്നു. അത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ പല സംവിധാനത്തിനെയൊക്കെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞോട്ടെ. നമ്മൾ വിദേശത്തൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ എല്ലാം കൃത്യമായിട്ട് ഇതെല്ലാം നമ്മൾ പാലിക്കും. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു അവിടെ എല്ലാ കാര്യങ്ങളും അവിടെ റെഡി, അതുകൊണ്ട് അങ്ങനെ ചെയ്യാം, ഇവിടെ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. ഞാൻ എൻ്റെ നാട്ടിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വാഹന പരിശോധനയൊക്കെ നടക്കുമ്പോൾ ചിലർ ലൈറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ. ഇവിടെ ഉണ്ടോ? കാസർഗോഡ് പരിപാടി ഉണ്ടോ? എൻ്റെ നാട്ടിൽ കൂടുതലാണ് മലപ്പുറത്ത്. ജന്മം ഞാൻ മലപ്പുറമല്ല, കർമ്മമാണ് ഞാൻ മലപ്പുറം ജില്ല. പക്ഷേ ഈ കാഴ്ച കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമൊക്കെ തോന്നുമെങ്കിലും ഇടയ്ക്ക് സങ്കടവും തോന്നും. ഞാൻ ഈ സന്തോഷം തോന്നുന്ന എന്താ കാരണം അറിയാമോ? പോലീസുകാരനാണ് ഞാൻ, എനിക്ക് ലൈറ്റ് ഇട്ട് തരും. ഏതുണ്ട് അവിടെ നോക്കിപ്പോയിക്ക ചങ്ങായി നിന്നോട്. അപ്പോ സംഭവം എന്താ? ഊരും പേരും അറിയാത്തൊരുത്ത് ലൈറ്റ് ഇട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. പോലീസ് അവിടെ ചെക്ക് ചെയ്യേണ്ടി പോയി കൊടുക്കേണ്ട പൈസ പോകേണ്ട ചങ്ങായി എന്നാണ് ഈ യാത്രക്കാരൻ മറ്റു യാത്രക്കാരോട് പറയുകയാണ്. പക്ഷെ ഈ വ്യക്തിക്ക് അറിയുമോ എനിക്ക് ലൈറ്റ് ഇട്ടുന്നവൻ ഞാൻ വല്ല ഈ പറയുന്ന സൈക്കോട്രോപി സബ്സ്റ്റൻസ് കൊണ്ടുപോകുന്നവനാണോ, കഞ്ചാവ് വിൽപ്പനക്കാരനാണോ, ഏതെങ്കിലും MDMA കടത്തുന്നവനാണോ, ബൈക്കിനകത്ത് MDMA ഉണ്ടോ അറിയുമോ? അവിടെ 69 പൈസ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ഒരു കടലാസ് കൊടുത്തെടുത്ത് പുലർച്ചെ 9 മണിക്ക് ഉമ്മ ഈ അഡ്രസ് ഇതൊന്ന് പറഞ്ഞു തരുമോ ചോദിച്ചപ്പോൾ മക്കളേക്ക് കണ്ണുമാണ് ചേട്ടൻ വായിച്ചോ പറഞ്ഞു. അവർ സലാം പുത്തമ്പരക്ക് ആരാ എന്റെ മക്കളെ പറഞ്ഞു. ഉമ്മ ഇങ്ങനെ പറഞ്ഞു ഒറ്റപ്പെടുത്തും. ഉമ്മയുടെ മാല 8 പവന്റെ മാല ഒട്ട് ചറ്റോട്ടോ എന്റെ മാല ഉമ്മ നിലത്തോട്ടിങ്ങനെ. മക്കളൊക്കെ ഓടി വന്നു. ആരോ ചോദിച്ചു നീല ഷട്ടിട്ട പറഞ്ഞു ഉമ്മ പേടിച്ചിട്ട്. അങ്ങനെ മെസ്സേജ് അടുത്ത സ്റ്റേഷനിലേക്ക് 100 വിളിച്ചു. ഒരു നീല ഷട്ടിട്ടുള്ള ബൈക്കിലാന്ന് അറിഞ്ഞു സാറേ, വേറൊന്നും അറിഞ്ഞിട്ടില്ല, ആ വഴിക്ക് പോയായിരുന്നു. പോലീസ് വയർലെസ് മെസ്സേജ് കൊടുത്ത് നീല ഷട്ടിട്ടുള്ള ബൈക്കിൽ വരുന്നുണ്ട്, 8 പവന്റെ മാലയാന്ന് പറഞ്ഞു. ലക്ഷങ്ങളുടെ മാല പോയി. ആ പാവം പിടിച്ച മകൻ ഉമ്മയ്ക്ക് അങ്ങ് മണലിൽ പണിയെടുത്തുണ്ടാക്കി കൊടുത്താ. പക്ഷേ പോലീസൊക്കെ അപ്പത്തിന് വയർലെസ് മെസ്സേജ് വന്നു, ഒരു മാല സ്നാച്ച് ചെയ്ത് വരുന്ന ആളാണ്ട് രാവിലെ. അപ്പൊ ഹൈവേ പെട്രോളിംഗ് അല്ല, രാവിലെ ഒന്ന് പെട്ടെന്ന് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നുള്ള അവൈലബിൾ സംഘത്തൊക്കെ എടുത്ത് റോഡിലൊക്കെ അങ്ങോട്ട് വാഹനം വെച്ച് 2-3 സ്റ്റേഷനിലൊക്കെ മെസ്സേജ് കൊടുത്തു. എവിടെ കിട്ടാനാണ്? അതെന്താ? അപ്പൊ തന്നെ പോലീസിനെ കണ്ടപ്പോ തന്നെ നമ്മളെ സ്നേഹിത ലൈറ്റ് ഇട്ട് കൊടുത്തു. എടാ പോലീസ് ഉണ്ട് അവിടെ, അതിന് പോണ്ട, ചെക്കിംഗ് ഉണ്ട്, 2 ലൈറ്റ്. അപ്പം ഈ ലൈറ്റ് ഇടലുകൾ ഒരുപക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഉപകാരമല്ല. ഈ രാജ്യത്തിന് പ്രത്യേകിച്ച് നമ്മുടെ സമസ്ത കോടി ചരാചരങ്ങൾക്ക് ദോഷം ഭവിക്കപ്പെടുന്ന ഒരു വലിയ പ്രോസസ്സിംഗ് നമ്മൾ ഇടപെടുന്നു. ഓരോ പോലീസ് സ്റ്റേഷന്റെ ലിമിറ്റിലും പിടിക്കപ്പെടുന്ന സൈക്കോട്രോപി സബ്സ്റ്റൻസുകൾ ആകാശം വഴി വരുന്നല്ല, എല്ലാ റോഡ് മാർഗം വഴി വരുന്ന സാധനങ്ങളെ വാഹന പരിശോധനയ്ക്കകത്ത് പോലീസ് ഉദ്യോഗസ്ഥർ 20 കഞ്ചാവ് പിടിക്കും, 150 കഞ്ചാവ് പിടികൂടി, 1.2 ഗ്രാം MDMA പിടികൂടി, 600 ഗ്രാം ആഴ്ചക്കോയിൽ ഹെറോയിൻ പിടികൂടി എന്ന് പറയുന്ന വാർത്തകളൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കും. അതെല്ലാം വാഹന പരിശോധനയ്ക്കകത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ വാഹനത്തിൽ എടുത്തു പോയാൽ അതിനകത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിക്കറിയാം അതിൽ ഏതെങ്കിലും കുറ്റകൃത്യമുണ്ടെങ്കിൽ, ലൈസൻസ് ഇല്ലെങ്കിൽ, സീറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ ആ വ്യക്തിയുടെ ബോഡി ലാംഗ്വേജിൽ പെട്ടെന്ന് ഒരു ട്രെയിൻ കിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കാൻ പറ്റും.
പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും വലിയൊരു കുറ്റകൃത്യം വാഹനത്തിനകത്തുണ്ട്. എവിടെയാ വീട്, എവിടെയാ പേരും ചോദിക്കുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പെട്ടെന്ന് വണ്ടി ഇത് ഗിയറിലിട്ട് എടുക്കാൻ നോക്കും, പിന്തുടരും. ഒരുപക്ഷെ ഓവർടേക്ക് ഇത് പിടിക്കും, ക്രോസ് ഇട്ട് പിടിക്കും, മെസ്സേജ് ഇട്ട് പിടിക്കും. വാഹനം പരിശോധിക്കും, വാഹനത്തിന് അടുത്തോ സീറ്റിനടിയിലൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വില വരുന്ന ഒരുപക്ഷെ നമ്മുടെ ദേശത്തൊക്കെ കൊണ്ടുവന്ന് മറ്റുള്ള കുഞ്ഞുങ്ങൾക്കും ദേശക്കാർക്കും കൊടുക്കാൻ വരുന്ന കടുത്ത വീരം കൂടിയ സൈക്കോട്രോപി സബ്സ്റ്റൻസ് കൊണ്ടുവരുന്ന ഒരു ഡ്രഗ് പെഡലേഴ്സ് ആവുന്നവര്, അവരെയാണ് നമ്മൾ നേരിടേണ്ടത്. അവർക്കാണ് ഒരുപക്ഷെ നമ്മൾ ലൈറ്റ് ഇട്ട് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, വാഹന പരിശോധനയൊക്കെ നടത്തുമ്പോൾ പോലീസ് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ അങ്ങോട്ട് പറഞ്ഞു വിടണം. കാര്യം എന്താ, 30 വർഷമായിട്ട് ലൈസൻസ് എടുക്കാത്തൊരു മനുഷ്യനെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് അപകടം പറ്റിയ മനുഷ്യന് അപകടം പറ്റിയപ്പോ എന്താ ഉണ്ടായതറിയോ? അപകടം പറ്റിയപ്പോ ഈ മനുഷ്യന് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ ലിമിറ്റില് 2 മാസങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യന് അപകടം പറ്റി. ആർക്ക് അപകടം പറ്റിയത്? ഒരു LLBക്ക് ഫൈനലിൽ പഠിക്കുന്ന കുട്ടിക്ക് അപകടം പറ്റി, ലോ കോളേജിൽ പഠിക്കുന്നത്. അപ്പോ അപകടം പറ്റിയ സമയത്ത് കാര്യങ്ങളെല്ലാം സീസർ മാസ്റ്റർക്ക് എഴുതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ഇന്റിമേഷൻ പോയി, മൊഴിയെടുത്തു, FIR രജിസ്റ്റർ ചെയ്തു, 330 സെക്ഷൻ വെച്ചിട്ട് എല്ല് പൊട്ടി സെക്ഷൻ വെച്ച് കേസ് രജിസ്റ്റർ ചെയ്തു. അതിനകത്ത് പ്രതിയും വാദിയുമുണ്ട്. പ്രതി എന്ന് പറയപ്പെടുന്ന വ്യക്തി 10, 28, 30 വർഷം ലൈസൻസിൽ വണ്ടി ഓടിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയാണ് പ്രതി. പക്ഷേ ഈ വാഹനം ഇടിച്ച സമയത്ത് ആ വ്യക്തിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു. കാരണം എന്താ, ആ വ്യക്തിയെ 2023 ജനുവരി മാസം 12-ാം തീയതി പെരിന്തൽമണ്ണ പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ വാഹന പരിശോധന, അദ്ദേഹത്തിന്റെ വാഹനവും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. നോക്കുമ്പോൾ അദ്ദേഹത്തിന് ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞു. സാറേ ഞാൻ വണ്ടി ഇവിടുന്ന് മാത്രം ഇങ്ങോട്ട് എന്നും എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. നല്ലൊരു മനുഷ്യൻ വാഹനം സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. അങ്ങനെ ആ മനുഷ്യനെ ലൈസൻസ് ഇല്ലാത്ത കേസ് രജിസ്റ്റർ ചെയ്തു. ആ മനുഷ്യർ വണ്ടി നിങ്ങൾക്ക് തരണമെങ്കിൽ, അവിടുത്തെ ഇൻസ്പെക്ടർ ആയിരുന്നു, അവിടെ സുനിൽ പൊളിക്കൽ എന്ന് പറയുന്ന ഇൻസ്പെക്ടർ, അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വണ്ടി തരണമെങ്കിൽ നിങ്ങൾ ലൈസൻസിന് അപേക്ഷ കൊടുക്കണം, ലൈസൻസ് എടുക്കണം, നിങ്ങൾ ഏറ്റവും ഇത്രയും വർഷം വണ്ടി ഓടിക്കും, നിങ്ങൾക്ക് സുഖമായിട്ട് ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു ഇട്ടിടാനൊക്കെ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി 1.5 മാസം ആ വണ്ടി പോലീസ് സ്റ്റേഷനിൽ കിടന്നു. ആ വണ്ടി അദ്ദേഹം അപ്ലൈ ചെയ്തു, ലൈസൻസ് എടുത്ത് കൊണ്ടുവന്നു. ഏകദേശം 2023 ഡിസംബറിൽ ഒരു അപകടം നടക്കുകയാണ്. അപകടം നടന്നത് ഒരു ലോ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് തട്ടിയത്, ഫൈനലിൽ പഠിക്കുന്നത്. അതിനകത്ത് ഇൻഷൂർ ക്ലെയിം ചെയ്തപ്പോൾ ആ കുട്ടിക്ക് 21 ലക്ഷം രൂപ ഇൻഷൂർ ക്ലെയിം ചെയ്തു. 8 ലക്ഷം അതമേറ്റു, 21 ലക്ഷം രൂപ ഇൻഷൂർ കിട്ടി ആ കുട്ടിക്ക്. ഒരുപക്ഷെ ലൈസൻസ് ഇല്ലായിരുന്നെങ്കിൽ ഈ വ്യക്തിയാണ് ആ 21 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരിക. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാതെ പലരും തങ്ങളുടെ വീട് വിട്ടിട്ടും പലതും റവന്യൂ റിക്കവറി നടത്തിയിട്ടും ജംഗമ വസ്തുക്കൾ അത് സീസ് ചെയ്തിട്ടൊക്കെ ഈ അപകടം പറ്റിയ ആളുകൾക്ക് പല രീതിയിലും കോടതികൾ കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ കാരണം, നമ്മളൊക്കെ ദേശത്തൊക്കെ മക്കളൊക്കെ ചെറിയ കുട്ടിയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. അമ്മമാരൊക്കെ ചോദിക്കും, അമ്മമാർ പറയുന്നുണ്ട്, പല അമ്മമാരും പറയും, സാറേ നടാടെ വണ്ടി എടുത്ത എൻ്റെ കുട്ടി സാറേ ഓളെ ഒന്ന് അങ്ങോട്ട് ട്യൂഷൻ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്, ആ റോട്ടിക്കൊന്ന് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്, പാലൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്, മല്ലിപ്പൊടി വാങ്ങാൻ വേണ്ടി ഞാൻ കൊടുക്കലില്ല, നടാടെ എടുത്താണ് സാർ, ഒന്ന് ഒഴിവാക്കി തരും. അവൻ്റെ വാപ്പ പറഞ്ഞാൽ തച്ചു കൊല്ലി ഞാൻ സ്വയം തരും, ഒന്ന് ഒഴിവാക്കി തരും എന്ന് പറയും. ഇനി വണ്ടി എടുക്കൂല എന്ന് പറയും. ഇങ്ങനെയാ പല അമ്മമാരും പറയുന്നത്. പക്ഷേ ഓർക്കണം, ഒരു 35,000-ഓളം രൂപ ഫൈൻ വരും. 18 വയസ്സുള്ള കുട്ടിയുടെ ഓടിച്ച വണ്ടി 1 വർഷം കരിമ്പെട്ടിയിൽ ഉപയോഗപ്പെടുത്തി പുറത്തിറക്കാൻ പറ്റൂല. ആ കുട്ടിക്ക് പിന്നെ ലൈസൻസ് കിട്ടുന്നത് എപ്പോഴാണെന്നറിയാമോ? 25 വയസ്സാകണം. 18 വയസ്സാകാൻ കാത്തു നിൽക്കുന്ന നമ്മുടെ പൊന്നോമൻ, അവൻ ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്ന അവന് പിന്നെ ലൈസൻസ് കിട്ടണമെങ്കിൽ 25 വയസ്സാകണം. ആര് കാരണം? ബോധമുള്ള നമ്മള് ആ കുഞ്ഞിന് വണ്ടി കൊടുത്തു. നമ്മളെക്കാളും അവൻ വണ്ടി ഓടിക്കും, മിടുക്കനവൻ. അപ്പൊ വലിയ തെറ്റൊന്നുമല്ലല്ലോ, വണ്ടി ഓടിച്ച് അവിടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുമല്ലോ, എടുത്തോട്ടെ, അങ്ങനെ പിടിക്കുമൊന്നുമില്ലല്ലോ. ഈ അമിതമായ അതിസൂക്ഷ്മത, അമിതമായ കോൺഫിഡൻസ് ആണ് നമ്മുടെയൊക്കെ മക്കളുടെ പലരുടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ തടസ്സപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. ഞാൻ സാന്ദർഭമായിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിഷയം എന്ന് പറയപ്പെടുന്നത് കുറച്ച് മാറിപ്പോയി, ക്ഷമിക്കുക. നമ്മുടെ വിഷയം എന്ന് പറയപ്പെടുന്ന തിരിച്ചറിവിനെ കുറിച്ചായി, പ്രകാശം വരുത്തുന്ന യുവത്വങ്ങൾ. അപ്പോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സഹോദരിമാരൊക്കെ. ഞങ്ങളുടെ ഒരു പവർ പോയിന്റ് നിങ്ങൾക്ക് ഞങ്ങൾ സമ്മാനിക്കാം. എങ്ങനെയൊക്കെ നമ്മൾക്ക് ഇവിടെ അധ്യാപകരുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞു മദ്രസ അധ്യാപകരുണ്ട്, അതുപോലെ സ്കൂളുകൾ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, പ്രത്യേകിച്ച് നല്ല യങ്സ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്നവരുണ്ട്. ഇനി അതൊന്നുമല്ല, നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്, നല്ല വ്ളോഗ് ചെയ്യുന്ന ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ലഹരിയെക്കുറിച്ചും വ്യവസ്ഥാപിതമായ കാലഘട്ടത്തിലെ ദുരന്തത്തെക്കുറിച്ചൊക്കെ സംസാരിക്കണമെങ്കിൽ ഞങ്ങൾ അതിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരാം, അതിൻ്റെ പവർ പോയിന്റ് ഞങ്ങൾ നിങ്ങൾക്ക് തരാം. ഒന്നും വേണ്ട, ഒരു ആൻഡ്രോയിഡ് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഏകദേശം ഒരു 40ഓളം വരുന്ന നമ്മളെ സ്ലൈഡുകൾ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്ലൈഡും നമ്മൾ വെറുതെ ഒന്ന് നമ്മൾ കണ്ണു നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താണ് ലഹരി എന്നൊരു സ്ലൈഡ് കണ്ടാൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഭാവനാത്മതയും
ശാസ്ത്രീയമായിട്ടുള്ള കുറേ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ സമൂഹത്തോട് സംവാദിക്കാൻ പറ്റും. കിളിപ്പമ്പാട് മകേഷ് തുറന്നും അല്ലെങ്കിൽ ഏകദേശം ഒരു 125ഓളം വരുന്ന കേരളത്തിലെ മുന്നിൽ നിൽക്കുന്ന ഈ പറയുന്ന ആൻറ്റി സോഷ്യൽ ഡ്രഗ് ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകൾ മാത്രം എടുക്കേണ്ട ഒരു സെക്ഷൻ അല്ല ഇത്. നമ്മുടെ ഓരോ ദേശക്കാർക്കും ഓരോ ദേശത്തും നമ്മൾ പറയുന്നതൊക്കെ സമൂഹത്തിലേക്ക് എത്താൻ നമ്മളെല്ലാം പ്രതിജ്ഞാബദ്ധരാണ്. അപ്പോൾ അതിൻ്റെ മൊഡ്യൂൾ വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാം. നിങ്ങൾ വാട്സപ്പ് നമ്പർ മെയിൽ ID തന്നാൽ മതി. ഞങ്ങൾ അതേ ക്ലാരിറ്റിയുള്ള ഫയൽ നിങ്ങൾക്ക് സമ്മാനിക്കാം. പിന്നെ ഞാൻ ഇവിടെ പോയാലും അങ്ങനെ, ഞാനൊരു ഉസ്താദിൻ്റെ ക്ലാസ് ബഹലൊക്കെ കിട്ടിയാൽ വാൾ കിട്ടിയാൽ ഞാൻ അവിടെ വണ്ടി നിർത്തും, ഞാൻ പേപ്പർ പേന എടുക്കും. ആ ഉസ്താദ് ആ ഗദ്ദീബ് സംസാരിക്കുന്നതൊക്കെ പെട്ടെന്ന് ഞാൻ കുറിച്ചെടുക്കും. ഇങ്ങനെ ഒരുപക്ഷെ അത് മറ്റൊരു സദസ്സിൽ പോകുമ്പോൾ സംസാരിക്കാനുള്ള പദസമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരു ടെക്നോളജി മാത്രമാണ്. നമ്മളെപ്പോഴും പലപ്പോഴും നമ്മുടെ അറിവെന്ന് പറയപ്പെടുന്നത് നമ്മൾ ഒന്നിൽ നിന്ന് മാത്രം നമുക്ക് നിൽക്കുന്ന ഒന്നല്ല അറിവ്. ഒരു മഹാപ്രപഞ്ചത്തിനകത്ത് സമസ്ത കോടിക്കണക്കിന് ജരാചരങ്ങളും കോടിക്കണക്കിന് ജാലങ്ങളൊക്കെ വസിക്കുന്ന ഈ മഹാപ്രപഞ്ചം എത്രമേൽ അറിവ് സാംശീകരിച്ചാലും എത്രമേൽ നമ്മൾ സ്വായത്തമാക്കിയാലും അറിവിന്റെ ശതകോടിക്കണക്കിന് അംശത്തിലേക്ക് പോലും നമുക്ക് തന്മാത്രയിലേക്ക് പോലും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അത് സത്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രമേൽ ഞാനൊരു 2200ഓളം വരുന്ന പുസ്തകങ്ങൾ വായിച്ചു തീർത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പുസ്തകങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമാണ്. ഇന്നെ യാത്രയിൽ തന്നെ ഒരു പുസ്തകം ഞാൻ ഇവിടെ വായിച്ചു തീർന്നു. അതുപോലെ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത്, നമുക്കൊക്കെ വായിക്കുമ്പോൾ വല്ലാത്തൊരു അരോചകം നമുക്കൊക്കെ തോന്നാം. വായന ഏറ്റവും നന്നായിട്ട് ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധിക്കില്ല. നിങ്ങളെ തോൽപ്പിക്കാൻ